من الشيطان الرجيم سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ പ്രവാചകൻ എന്ന നമ്മുടെ പഠന പരമ്പരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയതിന്റെ ശേഷമുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് നമ്മുടെ ഈ വിഷയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയതിന്റെ ശേഷം വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഗതികൾ നടപ്പിലാക്കിയതായി അല്ലെങ്കിൽ നടപ്പിൽ വന്നതായി ഇസ്ലാമിന്റെ സ്വീകാര്യയോഗ്യമായ പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് രണ്ടും നമ്മുടെ നിത്യ ജീവിതത്തിലെ പരമപ്രാധാന്യമർഹിക്കുന്ന 5 നേരത്തെ നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. നമുക്കറിയാവുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് മുമ്പും അതുപോലെ തന്നെ ഹിജ്റക്ക് ശേഷം ഏതാനും കാലഘട്ടത്തിലും അവിടുന്ന് നമസ്കാരത്തിന് വേണ്ടി തിരിഞ്ഞു നിൽക്കാറുണ്ടായിരുന്നത് ബൈത്തുൽ മുഖദ്ദസ് എന്ന ഖിബലയിലേക്കായിരുന്നു. ആ ബൈത്തുൽ മുഖദ്ദസ് എന്ന ഖിബലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയും മദീനയിലെത്തിയതിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ ഏതാനും മാസം തുടർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഹിജ്റക്ക് മുമ്പും ഹിജ്റ പോയതിന്റെ ശേഷവും കുറച്ചു കാലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമസ്കരിച്ചിരുന്നത്. അങ്ങനെ മദീനയിൽ എത്തിയതിന്റെ ശേഷവും 16-17 മാസക്കാലം സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ടാണ് 5 നേരവും നമസ്കരിച്ചിരുന്നത്. പിന്നീട് ഒരിക്കൽ ഹിജ്റ 2ാമത്തെ വർഷം ഇവിടുന്ന് മദീനയിലെത്തിയിട്ട് 2ാമത്തെ വർഷമായപ്പോൾ റജബ് മാസം പകുതിയായി കാണും എന്നതാണ് പ്രബലമായ അഭിപ്രായം. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് റജബ് ഏതാണ്ട് പകുതി ഡേറ്റ് ആയപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വന്നു. അള്ളാഹുവിന്റെ കൽപ്പന വന്നു. എന്താണ് കൽപ്പന വന്നത്? നബിയേ, നബിയേ, നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ ആഗ്രഹിച്ച് നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ മുമ്പേ ഒരാഗ്രഹമുണ്ട്. അതെന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനാൽ പടുത്തുയർത്തപ്പെട്ട പരിശുദ്ധമായ കഅബ, അതിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം എന്നൊരു പൂതി എപ്പോഴും നബി തങ്ങളുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന്റെ മനസ്സിലുണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ നിന്നൊന്ന് മാറിക്കിട്ടണമെന്ന്. എന്താ കാരണം? യഹൂദികൾ പറഞ്ഞു പരിഹസിക്കുന്നുണ്ട്. യുഖാലിഫുനാ മുഹമ്മദ് വയത്തബിഉ ഖിബ്ലതനാ. യഹൂദികൾ പറയാറുണ്ടായിരുന്നു, മുഹമ്മദ് നമ്മോട് വല്ലാത്ത എതിരുണ്ടെന്ന് പറയുന്നു, മുഹമ്മദ് നമ്മോട് എതിരുള്ള മതക്കാരനാണെന്ന് പറയുന്നു, നമ്മുടെ മതം ശരിയല്ലെന്നവൻ പറയുന്നു. അതേ അവസരത്തിൽ തന്നെ വയത്തബിഉ ഖിബ്ലതനാ, നമ്മൾ തിരിയുന്ന ഖിബില കൊള്ളേ അവനും തിരിഞ്ഞു നിസ്കരിക്കുന്നു. അതെന്താ അങ്ങനെ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ പ്രത്യേകമായ ഖിബില കഅബയല്ല, ഖിബില ബൈത്തുൽ മുഖദ്ദസാണ് എന്നത് മുതലെടുത്തുകൊണ്ട് യഹൂദികൾ ആക്ഷേപിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല അവർ ഇങ്ങനെ കൂടി പറഞ്ഞിരുന്നു, മുഹമ്മദും കൂട്ടരും ഞങ്ങളുടെ ഖിബില സ്വീകരിച്ചത് ഞങ്ങളുടെ മാർഗം ശരിയാണെന്നുള്ളത് കൊണ്ടാണല്ലോ, ഞങ്ങളുടെ മാർഗം ശരിയാണെന്നുള്ളത് കൊണ്ടാണ് മുഹമ്മദും കൂട്ടരും നമ്മുടെ ഖിബില സ്വീകരിച്ചത്. ആ സ്ഥിതിക്ക് മുഹമ്മദ് എന്തു ചെയ്യണം? ഞങ്ങളെ അവന്റെ പുതിയ മതത്തിലേക്ക് അങ്ങോട്ട് ക്ഷണിക്കാതെ
അവര് ഇങ്ങോട്ട് വരികയാണ് വേണ്ടത് എന്നൊക്കെ അഹങ്കാരം പറയാനും വീമ്പ് പറയാനുമൊക്കെ ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുള്ള നിസ്കാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതേ യഹൂദികൾ ആക്ഷേപിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴൊക്കെ ആഗ്രഹമുണ്ട്, ഖിബ്ല മാറിയാ കൊള്ളാം, പക്ഷേ അവിടുത്തെ ആഗ്രഹം പോലെ ചെയ്യാൻ പാടില്ലല്ലോ. ദീനിലൊരു കാര്യം ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. എനിക്കിഷ്ടമുള്ളത് എനിക്ക് ദീനിൽ നടപ്പിലാക്കാൻ വയ്യല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും അല്ലാഹ് ആ പവർ കൊടുത്തിട്ടില്ലല്ലോ. നബിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടതൊക്കെ ദീനിൽ ചെയ്തോളൂ എന്ന ഒരു നിയമം കൊടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയൊട്ട് മനസ്സിലാക്കിയിട്ടുമില്ല. അവിടുന്ന് എന്താശിച്ചു കഴിഞ്ഞാലും അത് നടപ്പിൽ വരുത്താതെ, ആളുകൾ എന്ത് നടപ്പിൽ വരുത്താൻ ആവശ്യപ്പെട്ടാലും അതിന് തയ്യാറാവാതെ വഹയും പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കാറാണ് പതിവുള്ളത്. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണല്ലോ, അവിടുന്ന് പറഞ്ഞതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്ന വിനയപ്പാടോടുകൂടി, ആ ഒരു വിനയ മനസ്ഥിതിയോടുകൂടെ കാത്തിരിക്കലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവ്. അത് അല്ലാഹു റബ്ബുൽ ആലമീൻ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരുന്നു. വിധങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നും ആ ആഗ്രഹം ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ അള്ളാഹിനോട് ഇങ്ങനെ പറയും, പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ വഹി എപ്പോഴാ വരിക എന്ന് പ്രതീക്ഷിച്ച് വാനലോകത്തേക്ക് കണ്ണുനട്ട് കാത്തിരിക്കാറ് പതിവുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ അതാ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലൂടെ പഠിപ്പിക്കുന്നു. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുൻതും ഫവല്ലൂ വുജൂഹകും ശത്റഹ. പരിശുദ്ധ ഖുർആനിൽ നിയമം ഇറങ്ങി, ഓ നബിയേ, താങ്കളുടെ മുഖമിതാ, താങ്കളുടെ മുഖത്തെ ആകാശത്തേക്ക് തിരിച്ചു വെച്ച് വഹയും പ്രതീക്ഷിച്ച് കണ്ണുനട്ട് മുകളിലേക്ക് നോക്കിയിരിക്കുന്നത് നാം കാണുന്നുണ്ട് നബിയേ. അല്ലാഹ് പറയുന്നു, നിങ്ങളുടെ ആഗ്രഹം ഞാൻ കാണുന്നുണ്ട് നബിയേ. നിങ്ങൾ ഇങ്ങനെ വാനലോകത്തേക്ക് മുഖം തിരിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് നാം കാണുന്നുണ്ട് നബിയേ. അതുകൊണ്ട് ആഗ്രഹം ഇതാ നാം നിവർത്തിച്ചു തരുന്നു. അതുകൊണ്ട് ഇനി മുതൽ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന, താങ്കൾ തൃപ്തിപ്പെടുന്ന ഖിബ്ലയിലേക്ക് തന്നെ താങ്കളെ നാം തിരിക്കുന്നതാണ്. ഉടനെ നിയമം വന്നു, ഫവല്ലി വജ്ഹക, അതിനാൽ താങ്കളുടെ മുഖത്തെ തിരിച്ചോളൂ ഇനി മുതൽ ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞോളൂ, മസ്ജിദുൽ ഹറാമിലേക്ക്, കഅബയിലേക്ക് മുഖം തിരിച്ചോളൂ നബിയേ. വഹൈസുമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും, ഇത് മദീനത്തേക്ക് മാത്രം ബാധകമായ നിയമമല്ല, നിങ്ങൾ എവിടെയാണെങ്കിലും ഫവല്ലൂ വുജൂഹകും ശത്റഹു, നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ ആ മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് തിരിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിയമം വന്നു. ഇതങ്ങട്ട് ഇറങ്ങിയതോടുകൂടി, നിയമം ഇറങ്ങിയപ്പോ പിന്നെ അത് ഉപയോഗപ്പെടുത്തിയിട്ട് യഹൂദികളും അറേബ്യൻ മുശ്രിക്കുകളും മുനാഫിഖീങ്ങളും ഒക്കെ ഇത് പറഞ്ഞു വരുത്താൻ തുടങ്ങി. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? യഹൂദികൾ വമ്പിച്ച പ്രചരണം നടത്തി. കാരണം ദേഷ്യം പിടിച്ചപ്പോ, കാരണം എന്താ, ആകെ മുഹമ്മദ് പറഞ്ഞു നിൽക്കാണ്ടായിരുന്ന എന്താ, മുഹമ്മദിന് നമ്മളോട് വലിയ എതിർപ്പൊന്നുമില്ല, വെറുതെ പറയാ. കാരണം നമ്മളോട് എതിർപ്പാന്ന് പറയുകയും ചെയ്യും, നമ്മളെ ഖിബിലയിലേക്ക് തിരിയുകയും ചെയ്യും. ഇതാണല്ലോ ആകെ ഉണ്ടായിരുന്ന ഒരു തുരുപ്പുചീട്ട്. അതും കൂടെ നഷ്ടപ്പെട്ടപ്പോ വല്ലാത്തൊരവസ്ഥയിലായി യഹൂദികൾ പിന്നെ പറഞ്ഞു വരുത്താൻ തുടങ്ങി. കണ്ടോ, ഈ മുഹമ്മദിന് എന്താ, പൂർവ പ്രവാചകന്മാരുടെ ഖിബിലയായ ബൈത്തുൽ മുഖദ്ദസിനെ മുഹമ്മദ് പുറംതള്ളിക്കളഞ്ഞു. അതിലേക്കിനി അവൻ വീണ്ടും തിരിച്ചു വരാതെ ഞങ്ങൾ അവനെ സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ എന്താ പറഞ്ഞത്, നമ്മുടെയൊക്കെ പൂർവീകന്മാരായിട്ടുണ്ടായിരുന്ന ഖിബില ബൈത്തുൽ മുഖദ്ദസ്, അതിപ്പോ പുറംതള്ളിക്കളഞ്ഞിട്ട് മുഹമ്മദ് ഔട്ടായിക്കാണ്. അതുകൊണ്ട് അതിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരാതെ, കേട്ടാ തോന്നുന്നു ഇപ്പൊ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഖിബില ആയപ്പോ ഒരു വലിയ മുഅ്മിനീങ്ങളായിരുന്നു. ജൂതനല്ലേ എപ്പോഴും എന്തേ പറയൂ, എപ്പോഴും വളരെ ധിക്കാരത്തിന്റെ വർത്തമാനേ പറയൂ. അതുകൊണ്ട് അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും സഹാബത്തിനെയും കുറിച്ച്, പ്രവാചകനെ കുറിച്ച് പറഞ്ഞു, അവന്റെ മതത്തിലേക്ക് ഞങ്ങൾ പോകുന്ന പ്രശ്നമല്ല, പഴയ ഖിബിലയിലേക്ക് തന്നെ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ അവൻ മടങ്ങി വരുന്നത് വരെ. അതുകൊണ്ട് തീർന്നില്ല,
മുശ്രിക്കീങ്ങൾ അവരും മുതലെടുക്കാൻ തുടങ്ങി. അറേബ്യൻ മുശ്രിക്കുകളും ഇത് ഉപയോഗപ്പെടുത്തി, ഖിബില മാറ്റം ഉപയോഗപ്പെടുത്തിയിട്ട് പറയാൻ തുടങ്ങി. എന്താ അവര് പറഞ്ഞത്? ഈ മുഹമ്മദിന് ഒന്നിലും സ്ഥിരതയില്ല എന്ന് ഞങ്ങൾ പണ്ടേ പറയുന്നതാണ്. മുഹമ്മദിന് ഒന്നിലും ഒരു സ്ഥിരമായ അഭിപ്രായമില്ലാത്തയാളാണെന്ന് ഞങ്ങൾ പണ്ടേ പറയുന്നവനാണ്. ഒരിക്കൽ അവൻ തന്റെ പിതാക്കളുടെ ഖിബിലയായ കഅബ വേണ്ടെന്ന് വെച്ചു. പണ്ടവൻ മക്കത്തും മദീനത്ത് വന്നിട്ട് കുറെ കാലവുമൊക്കെ പൂർവീക പ്രവാചകന്മാർ, പൂർവ്വ പിതാക്കന്മാരുടെ അഥവാ ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ കരങ്ങളാൽ പടുത്തുയർത്തപ്പെട്ട കഅബയുണ്ടായിട്ടും ആ കഅബ അവൻ വേണ്ടെന്ന് വെച്ചു. ഇപ്പോഴിതാ വീണ്ടും ആ കഅബയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അത് പറഞ്ഞ ആമുഖ എന്തിനാ മുശ്രിക്ക് പറഞ്ഞെന്നറിയോ? ഇനി കേട്ടോ അവനാ ആമുഖ പറഞ്ഞത് എന്തിനാ? അതുകൊണ്ട് ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. മുശ്രിക്ക് പ്രചരിപ്പിച്ചു, കുറെ കഴിയുമ്പോ ഇതുപോലെ മുഹമ്മദ് ഞങ്ങളുടെ വിഗ്രഹ മതത്തിലേക്ക് തിരിച്ചു വന്നേക്കും. കാരണം എന്താ? മുഹമ്മദ് ആദ്യം കഅബയിലേക്ക് തിരിഞ്ഞില്ല, ഇപ്പൊ കഅബയിലേക്ക് തിരിഞ്ഞില്ലേ? ഇതുവരെ ഇപ്പൊ നമ്മളോട് പറയുന്ന വിഗ്രഹത്തെ ഒന്നും ആരാധിക്കാൻ പാടില്ല എന്നല്ലേ? ഇനിയിപ്പോ മുഹമ്മദ് ഇതിപ്പോ തിരിച്ചു വന്നതുപോലെ, നമ്മുടെ കഅബയിലേക്ക് തിരിച്ചെത്തിയതുപോലെ ഇനി നമ്മുടെ വിഗ്രഹാരാധനയിലേക്ക് മുഹമ്മദ് മടങ്ങി വരും. എല്ലാരും കാത്തിരുന്നോളി, നമ്മളെ മതാണ് ശരി, മുഹമ്മദ് അതിലേക്ക് കാലക്രമേണ മടങ്ങി വരും. ഇപ്പൊ ആ കഅബയിലേക്ക് തിരിഞ്ഞില്ലേ? ഇനി നമ്മൾ ആ കഅബയിൽ നാട്ടിയ വിഗ്രഹങ്ങളൊക്കെ പൂജിച്ച് ബഹുമാനിക്കുന്ന അവസ്ഥയിലേക്ക് മുഹമ്മദ് മടങ്ങി വരും എന്ന് അറേബ്യൻ മുശ്രിക്കുകളും മുതലെടുത്ത് സംസാരിച്ചു. അപ്പൊ യഹൂദിയും പറഞ്ഞു, മുശ്രിക്കുകളും പറഞ്ഞു. മൂന്നാമത്തെ ഒരു കൂട്ടരും ഉണ്ടല്ലോ, മുനാഫിക്കുകൾ. അവർക്ക് പിന്നെ സ്ഥിരമായ ഒരു അഭിപ്രായം ഉണ്ടാവില്ല. മുശ്രിക്കുകൾ പറയുമ്പോ അതന്നെ ശരി എന്ന് പറഞ്ഞ അവിടെ കൂടി കൊടുക്കും. യഹൂദി പറയുമ്പോ നിങ്ങൾ പറഞ്ഞോടത്തും കുറച്ചൊക്കെ കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെയും കൂടി കൊടുക്കും. മുനാഫിക്ക് എന്ത് ചെയ്തു? അവർക്കൊരു സ്വന്തമായൊരു ഉറച്ച നിലപാടില്ലാത്തത് കൊണ്ട് അവസരം പോലെ അവരും പലയിടത്ത് ചെല്ലുമ്പോ പല രൂപത്തിൽ അവരും ഏറ്റുപാടാൻ തുടങ്ങി. ഏറ്റവും ഒച്ചപ്പാടുണ്ടാക്കിയത്, ഏറ്റവും വലിയ ദുർബലരായ മുസ്ലിമീങ്ങളിൽ വരെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാൻ കാരണമാക്കിയത് യഹൂദികളുടെ ചില വർത്താനാണ്. അവർ പറഞ്ഞു, മുഹമ്മദിന്റെ മതം അല്ലാഹുവിങ്കൽ നിന്നുള്ളതല്ലെന്ന് ഉറപ്പായി. എന്താ കാരണം? അള്ളാന്റെ അടുക്കൽ നിന്നുള്ള മതമാണ് മുഹമ്മദ് പറയുന്നതെങ്കിൽ ഒരിക്കൽ നടപ്പിലാക്കിയ നിയമം അവൻ പിന്നീട് മാറ്റുകയില്ല. അപ്പൊ അള്ളാഹ്ക്ക് ഇവരെല്ലാഞ്ഞിട്ടല്ലേ ഇതാണ് ശരിയെങ്കിൽ പണ്ടെന്നെ അതങ്ങ് പറഞ്ഞാ പോരെ? അപ്പൊ ആദ്യം ഒന്ന് പറഞ്ഞു, പിന്നെ ഒന്ന് മാറ്റി പറയുന്നു. സ്വന്തം നിർമ്മിക്കുന്ന മതമായതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ് അത് ചിലരിലൊക്കെ വല്ലാതെ ഏശീന്നാണ്. ആ പ്രചരണം വല്ലാതെ സമൂഹത്തിനിടയിൽ നടന്നു. ഈ എല്ലാ വിഭാഗത്തിന്റെയും വാദങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയുന്നതിന് പകരം അല്ലാഹു ഒരൊറ്റ വാക്കിലൂടെ അവരുടെ മുഴുവൻ വാദങ്ങളെ തകർത്തു. ഏതാണ് ആ വാചകമെന്ന് അല്ലാഹു പറയുന്നു, സയഖൂലു സുഫഹാഉ മിനന്നാസ് മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതി കാനൂ അലൈഹാ ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അതേ വിഡ്ഢികൾ പറയുന്നു, സയഖൂലു സുഫഹാഉ മിനന്നാസി, മനുഷ്യരിൽ നിന്നുള്ള വിഡ്ഢികൾ ശേഷം പറഞ്ഞേക്കും. ഇനി പറയാൻ പോകുന്ന ആരോപണങ്ങൾക്ക് വരെ അള്ളാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ദോഷത്തരമാണ് പറഞ്ഞു നടക്കുന്നത് മുഴുവനും, വിഡ്ഢിത്തമാണ് പറയുന്നത് മുഴുവനും. വിഡ്ഢികളെന്തും പറയട്ടെ, എന്തിനു വേണ്ടിയാ ഇങ്ങനെ മാറ്റുന്നത്, എന്തിനു വേണ്ടി കിബില മാറ്റി എന്നൊക്കെ പറഞ്ഞ് വിഡ്ഢികൾ ഇങ്ങനെ പലതും പുലമ്പുമ്പോൾ സത്യവിശ്വാസികളായ ആളുകൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഖുല്ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, അള്ളാഹുടേതാണ് കിഴക്കും പടിഞ്ഞാറൊക്കെ. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്തേക്ക് തിരിയാൻ പറയാൻ അവൻ അധികാരമുണ്ട്. ചിലപ്പോ കിഴക്ക് തിരിയാൻ പറയും, ചിലപ്പോ പടിഞ്ഞാറ് തിരിയാൻ പറയും. കിഴക്കും പടിഞ്ഞാറൊക്കെ അവന്റെതാ. എവിടേക്ക് തിരിയാനും പറയാൻ അവന് സ്വാതന്ത്ര്യമുണ്ട്. ആ റബ്ബിന്റെ കൽപ്പന അനുസരിക്കുകയാണ് വിശ്വാസികൾ വേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു വിശ്വാസികളായി സ്വീകരിച്ചുകൊണ്ട് വിനയത്തോടെ കൽപ്പന അനുസരിക്കാൻ എല്ലാവർക്കും ഭാഗ്യം കിട്ടുകയില്ല. യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗം അറിഞ്ഞതുകൊണ്ടും കാര്യമായില്ല, നേരായ മാർഗം എന്താണെന്ന് കേട്ടതുകൊണ്ടും കാര്യമായില്ല, പഠിച്ചതുകൊണ്ടും കാര്യമായില്ല. അള്ളാന്റെ തൗഫീഖ് തന്നെ വേണം.
നേർവഴിയിലേക്ക് തന്നെ ഉറച്ചു നിൽക്കണമെങ്കിൽ അല്ലാഹു തന്നെ ഹിദായത്ത് കൊടുക്കണം. അതാണ് റബ്ബ് പറയുന്നത്, യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹ് അവൻ ഉദ്ദേശിക്കുന്ന ഭാഗ്യവാന്മാർക്ക് നേർമാർഗത്തിലേക്ക് വഴിതെളിയിക്കുന്നു. അല്ലാഹു അതിനങ്ങനെയാണ് മറുപടി പറഞ്ഞത്. തീർന്നില്ല. ഈ ഖിബില മാറ്റം വല്ലാത്ത കോളിളക്കമാണ് മദീനയിൽ ഉണ്ടാക്കിയത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഈ ചരിത്രം. അല്ലാഹ് പറയുന്നത് നോക്കൂ, എന്തൊക്കെ പുകിലുകൾ ഉണ്ടായി ഈ ഖിബില മാറ്റം കൊണ്ട്, എന്തെല്ലാം ലക്ഷ്യങ്ങൾ ഈ ഖിബില മാറ്റത്തിലൂടെ അല്ലാഹ് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. വമാ ജഅൽനൽ ഖിബ്ലതല്ലതി കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂൽ മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി വഇൻ കാനത് ലകബീറതൻ ഇല്ലാ അലല്ലദീന ഹദല്ലാഹ് വമാ കാന അല്ലാഹു ലിയുളിയ ഈമാനകും ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. എല്ലാം സൂറത്തുൽ ബഖറയിൽ ഈ സന്ദർഭത്തിൽ അവതരിച്ചിട്ടുള്ള വചനങ്ങളാണ്. അല്ലാഹു തആല പറയാണ്, വമാ ജഅൽനൽ ഖിബ്ലതല്ലതി കുൻത അലൈഹാ, നീ ഇതുവരെ നിലക്കൊണ്ടിരുന്ന ഖിബിലയെ നാം നിശ്ചയിച്ചിട്ടില്ല. ആ ഖിബിലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാനും ഇപ്പൊ ഇങ്ങനെ വേറെ ഒരു മാറ്റം വരുത്തുമ്പോ ഈ നിയമത്തെ അല്ലാഹ് അതുകൊണ്ടൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്. അതെന്താണെന്നല്ലേ, ഇല്ലാലിനഅലമ, നാം മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. മയ്യത്തബിഉർ റസൂൽ, ആരാണ് റസൂലുള്ളാഹിനെ അക്ഷരം പ്രതി പിൻപറ്റുന്നവരെന്ന്. കണ്ടോ, ശരിക്കും മനസ്സിലാക്കണം. ആരൊക്കെ അള്ളാന്റെ റസൂല് പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിക്കുന്നു പരിശോധിക്കാൻ തന്നെയാ ഈ നിയമം നാം കൊണ്ടുവന്നത്. എന്താ അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം? നല്ല ഉറച്ച ഈമാൻ ഇല്ലാത്തവൻ പറയും, മുഹമ്മദിന് എന്താ അങ്ങനെ ഒരു സ്ഥിരതയില്ല, ഒരിക്കൽ കഅബയിലേക്കാന്ന് പറയാ, ഒരിക്കൽ ബൈത്തുൽ മുഖദ്ദസിലേക്കാന്ന് പറയാ, അല്ല ബൈത്തുൽ മുഖദ്ദസ് അല്ല കഅബ തന്നെയാന്ന് പറയാ. ഇങ്ങനെയൊക്കെ അഭിപ്രായം ഇങ്ങനെ പറയാൻ അതിനൊന്നും ഞങ്ങളെ കിട്ടൂല. ഞങ്ങൾ കുറച്ച് ബുദ്ധിജീവികളല്ലേ. ഞങ്ങൾ അങ്ങനെ മുഹമ്മദ് പറയുന്ന എല്ലാത്തിനൊന്നും ഞങ്ങളൊന്ന് ആലോചിക്കും, ഞങ്ങളൊന്ന് പരിശോധിക്കും, ഞങ്ങൾക്കൊന്ന് യോജിക്കണം. അല്ലാതെ പറയുമ്പോഴേക്കും ഇങ്ങനെ വാക്ക് മാറ്റുന്നതനുസരിച്ച് ഞങ്ങളും ഇങ്ങനെ വാക്ക് മാറ്റാൻ ഞങ്ങളെന്താ വിഡ്ഢികളാ, ഞങ്ങളെന്താ ബോഷന്മാരാ എന്നൊക്കെ പറയുന്നവരവസ്ഥ. ആര് റസൂലുള്ളാഹിനെ ശരിക്കും പിൻപറ്റും എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ്. ഇസ്ലാമിലേക്ക് വന്ന കാലുമ്പോ തന്നെ ആരൊക്കെ മടങ്ങിപ്പോകും എന്ന് നോക്കാനും തന്നെയാണ്. അതും സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രചരണത്തിൽ ചിലരൊക്കെ ദുർബല വിശ്വാസികൾ കുടുങ്ങിപ്പോയി. മുഹമ്മദിനൊരു സ്ഥിരതയില്ലല്ലോ. യഹൂദികളുടെ വാക്ക് കേട്ടിട്ട്, മുശ്രിക്കുകളുടെ വാക്ക് കേട്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചിലരൊക്കെ വന്ന വഴിക്ക് തന്നെ ഇസ്ലാമിനോട് പിരിഞ്ഞുപോയി, മുർത്തദ്ദുകളായി പോയി എന്ന ചരിത്രം കൂടി ഇതിനോടൊന്ന് ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ ഖിബില മാറ്റം കാരണം കുറെ ആൾക്കാരുടെ ഈമാൻ ഉറച്ചു, കുറെ ആൾക്കാർ ഇസ്ലാം എന്ന് പുറത്തേക്കാണ് പോയി. ഞങ്ങൾ ഇനി ഇതിലില്ല, അതൊരു സ്ഥിരതല്ലാത്ത പ്രസ്ഥാനം, ഇതൊരു സ്ഥിരതല്ലാത്ത പരിപാടിയാണ്. ഒരിക്കൊന്ന് പറയാ, പിന്നൊന്ന് മാറ്റി പറയാ. ഇന്നും കണ്ടിട്ടില്ലേ ആളുകള് ഒരു കാര്യം സത്യാന്ന് മനസ്സിലായി കഴിഞ്ഞാലും അതനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞാൽ ചിലര് സമ്മതിക്കൂല. എന്താ കാരണം? നമ്മൾ വാപ്പപ്പാരായിട്ട് ചെവി മുളച്ചാരെ കേട്ടതിനെതിരാ പറഞ്ഞത്. ഓന്റെ ചെവി മുളച്ചതിനെതിരെ കേട്ടതാണെങ്കിലും പ്രമാണത്തിലുണ്ടെങ്കിൽ സ്വീകരിക്കണ്ടേ, തെളിവുണ്ടെങ്കിൽ സ്വീകരിക്കണ്ടേ? നമ്മൾ ഒരുപാട് കാലമായിട്ടൊരു കാര്യം കേട്ടുവന്നു, പക്ഷെ പിന്നെയാ മനസ്സിലായത് അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് എതിരാണ്. അത് മനസ്സിലായ ഉടനെ മാറ്റം വരുത്തുക എന്നല്ലാതെ, ഉടനെ നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റം വരുത്തുക എന്നതല്ലാതെ, ഞാൻ പണ്ടേ കാക്കകാരണവന്മാരായിട്ട് എന്റെ ഉസ്താദിന്റെ അടുത്തൊക്കെ കേട്ട് പഠിച്ചത് അതാണ്, അതുകൊണ്ട് അതിലൊരു മാറ്റം വരുത്തുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് പിടിവാശിയോടെ പിടിച്ചു നിൽക്കണോ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ? അവിടുന്ന് പഠിപ്പിച്ചയിടത്ത് നിങ്ങൾ നിൽക്കണേ. മഹാന്മാരായ ഇമാമിങ്ങൾ പോലും, നമ്മേക്കാളൊക്കെ വലിയ വലിയ ഇൽമിന്റെ ബഹറുകളായ പണ്ഡിതന്മാര് പോലും, ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ അതേ രചയിതാക്കളായ മഹാന്മാരായ ഇമാമിങ്ങൾ പോലും അവരുടെ ജീവിതത്തിൽ അവർ പറഞ്ഞ ഒരു അഭിപ്രായം, ഇത് നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കണം, നിങ്ങൾക്ക് പ്രമാണം കിട്ടിയാലും എന്റെ വാക്ക് വലിച്ചെറിയരുതേ എന്ന ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല കേട്ടോ. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അവിടുന്ന് പറഞ്ഞു,
അവിടുന്ന് പറഞ്ഞു, ബഹുമാന്യനായ പണ്ഡിതൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ വിനയം നോക്കൂ നിങ്ങൾ. ജനങ്ങളെ, ഞാൻ എനിക്ക് കിട്ടിയ പ്രമാണങ്ങളുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാ ഞാനൊരു അഭിപ്രായം എഴുതി വച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ അഭിപ്രായത്തിന് വിരുദ്ധമായി പിൽക്കാലത്ത് നിങ്ങൾക്ക് എനിക്ക് കിട്ടാത്ത വല്ല ഹദീസുകളും സഹിഹായ നിലക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ വാക്കുകളെ മതിലിന്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കിനെ നിങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കണേ. ഹദീസ് സഹീഹായി വന്നാൽ പിന്നെ എന്റെ മദ്ഹബ് ഹദീസാണ് കേട്ടോ, ഞാൻ മുമ്പ് പറഞ്ഞതല്ല എന്റെ വീക്ഷണം. ഹദീസ് സഹീഹായി കണ്ടാൽ എന്റെ വീക്ഷണം പിന്നെ അന്ന് പറഞ്ഞത് മാറ്റിയിട്ട് ഇതാക്കി മാറ്റണം കേട്ടോ എന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് സഹീഹായി വന്നാൽ എന്റെ വീക്ഷണം അതാണ്. ഇത് പറയാത്ത പണ്ഡിതന്മാരില്ല. അബൂ ഹനീഫ റഹിമഹുല്ലാഹ്, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, ഇമാം മാലിക് റഹിമഹുല്ലാഹ്, പ്രഗൽഭരായ ഈ മദ്ഹബിന്റെ 4 പണ്ഡിതന്മാരും അവരൊക്കെ ഈ വീക്ഷണം വെച്ച് പുലർത്തിയവരാണ്. ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി പ്രമാണങ്ങളിൽ നിങ്ങൾ വല്ലതും കണ്ടാൽ ആ അഭിപ്രായത്തെ നിങ്ങൾ ഞങ്ങളുടേത് മാറ്റിവെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹീഹായ ഹദീസിലുള്ളത് നിങ്ങൾ മുറുകെ പിടിക്കണേ എന്ന വസിയത്തും കൊടുത്തുകൊണ്ടാണ് മഹാന്മാരായ ഇമാമുകളൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. നമ്മളാണെങ്കിൽ എന്താ പറയാ, ഞാൻ ആ പണ്ട് പറഞ്ഞോടത്ത് തന്നെ നിൽക്കും. മനസ്സിലായാലും അഹങ്കാരം സമ്മതിക്കൂല. ഞാൻ അങ്ങനെ പണ്ട് പറഞ്ഞു പോയില്ല, ഇനിയിപ്പോ എങ്ങനെ മാറ്റുക? അപ്പൊ ഇനി മാറ്റി പറഞ്ഞ ആൾക്കാരൊക്കെ പറയില്ലേ, ഇയാൾക്കൊരു സ്ഥിരതല്ല, ഇയാൾ പണ്ടൊന്ന് പറഞ്ഞു ഇപ്പൊ ഒന്ന് ഇങ്ങനെ പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ എന്ത് ചെയ്യും, പാർട്ടിയിൽ നിന്ന് രാജിവെക്കും, പ്രസ്ഥാനത്തുനിന്ന് പോകും. ഇത് ശരിയാവില്ല. ഇതന്നെ അന്നുണ്ടായത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്ഥിരതയില്ല എന്നും പറഞ്ഞ് തഹ്വീലുൽ ഖിബ്ലയുടെ നിയമം വന്നപ്പോ, ഖിബ്ല മാറ്റത്തിന്റെ നിയമം വന്നപ്പോൾ കുറെ ആളുകൾക്ക് ഈമാൻ ഉറച്ചുവെങ്കിൽ കുറെ മുനാഫിക്കീങ്ങൾ ഇതിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി. അതാ അല്ലാഹ് പറഞ്ഞത്, ഇതൊരു വല്ലാത്ത പരീക്ഷണമായിരുന്നു. വഇൻ കാനത് ലകബീറ, അള്ളാന്റെ റസൂല് പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കുക എന്നത്, നബിതങ്ങളെ എല്ലാ അർത്ഥത്തിലും പിൻപറ്റുക എന്നത്, അവിടുന്ന് പറഞ്ഞ ഒരാശയത്തെയും ചോദ്യം ചെയ്യാതിരിക്കുക എന്നത്, അവിടുന്ന് പറഞ്ഞ ഒരാശയത്തെയും പരിഹസിക്കാതിരിക്കുക എന്നത്, അവിടുന്ന് പറഞ്ഞ ഒരാശയത്തോടും തന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കുക എന്ന സ്വഭാവം സ്വീകരിക്കാതിരിക്കലാണ് വേണ്ടത്. മറിച്ച് അള്ളാന്റെ റസൂലിനെ കൃത്യമായി സ്വീകരിക്കാൻ ആർക്കേ കഴിയുകയുള്ളൂ. വഇൻ കാനത് ലകബീറതൻ ഇല്ലാ അലല്ലദീന ഹദല്ലാഹ്, അല്ലാഹ് ഹിദായത്തിലാക്കിയവർക്കല്ലാതെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണത്. എത്ര സത്യമാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവൻ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത പാടന്നെയാണ്. അള്ളാന്റെ ഹിദായത്ത് കിട്ടിയവർക്ക് അത് നിസ്സാരമാണ്. അള്ളാന്റെ ഹിദായത്ത് ശരിക്കും ഉള്ളിക്ക് കയറാത്തവന് അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടാലും, ബുഖാരിയിലുണ്ട് എന്ന് അവനോട് പറഞ്ഞാലും, മുസ്ലിമിലുണ്ട് എന്ന് പറഞ്ഞാലും, സ്വഹീഹായ ധാരാളക്കണക്കിന് ഹദീസുകൾ കൊണ്ട് മുസ്ലിം ലോകം ഇന്ന് വരെ അംഗീകരിച്ച യാഥാർത്ഥ്യമാണെന്ന് അവന്റെ മുമ്പിൽ തെളിയിച്ചു കൊടുത്താലും ധിക്കാരത്തോടുകൂടെ അവൻ പറയും, ഞാൻ അംഗീകരിക്കൂല. എന്ത് ബുഖാരി, എന്ത് മുസ്ലിം, എന്ത് ഹദീസ്, ഖുർആനെതിരായ ഒരു ഹദീസും ഞാൻ സ്വീകരിക്കൂല. പറയുന്നത് കേട്ടാത്തോണം ഖുർആൻ ഇവൻ ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ. 1400-ലേറെ വർഷമായി മുസ്ലിം ലോകം ഖുർആൻ കൈകാര്യം ചെയ്യുന്നു. അവർക്കൊന്നും തിരിയാത്തൊരു ഖുർആനികമായ വ്യാഖ്യാനത്തിന് വേണ്ടി ഈ ഹദീസ് അതിനോട് വിരുദ്ധമാണ്, യോജിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് നിഷേധിക്കുന്ന ഹദീസ് നിഷേധികള് അല്ലാഹ് പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമ്പൂർണമായി പിൻപറ്റുക എന്നത് വല്ലാത്തൊരു ഭാരം തന്നെയായിരിക്കും. ഇല്ലാ അലല്ലദീന ഹദല്ലാഹ്, അല്ലാഹുവിന്റെ ഹിദായത്ത് കിട്ടിയവർക്കല്ലാതെ. റബ്ബിന്റെ ഹിദായത്ത് കിട്ടുന്ന ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ അല്ലാഹു ചേർത്ത് തരുമാറാകട്ടെ. അപ്പൊ ഹിദായത്തിന്റെ മാർഗം എപ്പോഴും അള്ളാഹിനോട് നമ്മൾ അതാ തേടിക്കൊണ്ടിരിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നിരന്തരം നമ്മൾ തേടുന്നു. തുടർന്നുകൊണ്ട് ഈ സംഭവത്തിൽ അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രചരണങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ വിശ്വാസികൾക്ക് ഉണ്ടാവില്ലേ മനസ്സിലൊരു വിഷമം. നമ്മൾ ഇത്രയും കാലം മുശ്രിക്കുകളും യഹൂദികളും എല്ലാവരും പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പൊ കഅബ ഖിബലയിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിച്ച് അവർ മരിച്ചും പോയി. ഇനിയിപ്പോ അവരുടെ നിസ്കാരമൊക്കെ വെറുതെയില്ലേ? അവരുടെ നിസ്കാരമൊക്കെ എന്ത് ചെയ്യും മുഹമ്മദേ നീ? അവരുടെ നിസ്കാരത്തിനൊക്കെ ഇനി ആരാ കൂലി കൊടുക്കുക? ഇതുകൂടി പ്രചരിപ്പിച്ചപ്പോൾ സത്യവിശ്വാസികളുടെ മനസ്സിൽ ഒരാശങ്ക വന്നപ്പോൾ
അല്ലാഹു സമാധാനിപ്പിക്കുന്നു. വമാ കാനല്ലാഹു ലിയുദിയ ഈമാനകും, അല്ലാഹു നിങ്ങളുടെ നിസ്കാരത്തെ പാഴാക്കി കളയൂല കേട്ടോ. നിങ്ങൾ ഇതുവരെ തിരിഞ്ഞ് നിസ്കരിച്ച നിസ്കാരം, ഇതുവരെ നിർവഹിച്ച നിസ്കാരത്തിന്റെ 0.5% പോലും, അണുവളവ് തൂക്കം പോലും കൂലിയെ അല്ലാഹു നഷ്ടപ്പെടുത്തൂല. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം, നിശ്ചയമായും അല്ലാഹു മനുഷ്യരോട് വളരെയേറെ വാത്സല്യമുള്ളവനും കാരുണ്യത്തിന്റെ കടലുമാകുന്നു എന്ന്, വളരെയേറെ കരുണയുള്ളവനുമാകുന്നു എന്നുകൂടി പറഞ്ഞിട്ടാണ് ആ സംഭവത്തെക്കുറിച്ചുള്ള വചനം അല്ലാഹു റബ്ബുൽ ആലമീൻ അവസാനിപ്പിച്ചത്. അപ്പൊ സഹോദരങ്ങളെ, മദീനയിലെത്തിയ ഉടനെ ഉണ്ടായ, ഇന്ന് നിങ്ങളെ വിശദീകരിച്ച ഈ 2 കാര്യങ്ങളും നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. 5 നേരത്തെ ബാങ്കുലി നമ്മൾ കേൾക്കുന്നു, 5 നേരത്തെ നിസ്കാരവും മറ്റു സുന്നത്ത് നിസ്കാരങ്ങളും ഒക്കെ നമ്മൾ കഅബയിലേക്ക് ഖിബലയായി കൊണ്ട് സ്വീകരിക്കുന്നു. ആ ഒരു പ്രത്യേകമായ കാര്യങ്ങൾ നടന്ന, അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട സന്ദർഭങ്ങളാണ് ഇപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവചരിത്രത്തിന്റെ ഭാഗമായി പറഞ്ഞു കഴിഞ്ഞത്. ഈ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ശരിയായ നിലക്ക് മനസ്സിലാക്കി അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ശരിയായ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി നിരന്തരമായി തേടുകയും യഥാർത്ഥമായ സരണിയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അങ്ങനെ തന്നെ ജീവിച്ച് മരിക്കുവാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. സർവശക്തൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആസ്പത്രികളിലും വീടുകളിലും വേദന തിന്ന് കഴിയുന്ന രോഗികൾക്ക് അല്ലാഹു സമ്പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.